സുഹൃത്ത് തട്ടിയെടുത്ത കാറിന് വേണ്ടി 1.5 വർഷമായി അലയുകയാണ് മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി മുഹമ്മദ് അനസ്. സുഹൃത്തായ അശ്വിന് 2 ദിവസത്തേക്ക് നൽകിയ കാർ ഇപ്പോൾ തിരുവനന്തപുരത്ത് മറ്റൊരാളുടെ കൈവശമാണെന്നാണ് രേഖകൾ. എന്നാൽ അവിടെ പോയി അന്വേഷിച്ചിട്ടും കാർ കിട്ടിയിട്ടില്ല എന്നാണ് പോലീസിന്റെ മറുപടി. ഞാനാണ് ഒരു പരാതിക്കാരനായിട്ട് ചെല്ലുന്നത്. പക്ഷേ എനിക്ക് അവിടെ നിന്നുണ്ടായ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ എനിക്കെതിരെ ആരോ പരാതി കൊടുത്ത് എന്നെ SI പ്രതി പോലെയാണ് എന്ത് ചെയ്ത് എന്നെ അയാൾ കണ്ടിട്ടില്ലേ. അയാൾ എന്നെ പിടിച്ച് ഭിത്തിയിൽ ചുമരിലേക്ക് ആക്കിയിട്ട് എന്നോട് ചോദിച്ചു എൻ്റെ വണ്ടി കണ്ടുപിടിച്ച് എൻ്റെ ഗുണ്ടൊന്നുമല്ല, വണ്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇയാൾ പറയുന്നത് കേൾക്കണം. FIR ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വീട്ടുകാരോട് പറഞ്ഞ് അതിനെ പ്രതിയാക്കാൻ വലിയ പണിയൊന്നുമില്ല എനിക്ക്. ആ രൂപത്തിലാണ് ഞങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്തിട്ടുള്ളത്. ഉപ്പാനും എല്ലാവരും നല്ല ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്. 3 ദിവസം കൊണ്ട് വണ്ടി എത്തിച്ചേരാമെന്ന് പറഞ്ഞു. പിന്നെ അതിന് ശേഷം 3 ദിവസം കഴിഞ്ഞിട്ട് ഇയാൾ വിളിച്ചിട്ട് എടുക്കുന്നില്ല. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, DGPക്ക് കൊടുത്തിട്ടുണ്ട്, പാലക്കാട് SPക്ക് കൊടുത്തിട്ടുണ്ട്, മണ്ണാർക്കാട് DYSP. എനിക്ക് പറ്റുന്ന അത്രയും ഞാൻ ഓൺലൈനായിട്ട് പോലീസിന് കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് ഞാൻ പരാതി കൊടുക്കുന്ന സമയത്ത് അത് ആക്ഷൻ എടുക്കുന്ന രൂപത്തിലാവും, പിന്നെ അത് ക്ലോസ് ആവും. പക്ഷേ അതിൻ്റെ ഒരു അപ്ഡേഷൻ എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് പറ്റുന്ന എല്ലാവർക്കും ഞാൻ പരാതിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് എന്ത് പറഞ്ഞാലും ഞാൻ ആർക്ക് പരാതി കൊടുത്താലും ആ കോങ്ങാട് സ്റ്റേഷനിലേക്കാണ് ഏറ്റവും ഫൈനലായിട്ട് വരുന്നത്. അവരുടെ അടുത്ത് നിന്നുള്ള റെസ്പോൺസ് ഇതാണ്. കാരണം എവിടെ പരാതി കൊടുത്താലും എൻ്റെ അടുത്ത് ഈ വിവരണാശത്തിൻ്റെ കാര്യം കൊടുത്തിട്ട് ഒരു വട്ടം സ്റ്റേഷനിൽ പോയപ്പോൾ എന്നോട് പറഞ്ഞത് ഞാൻ ഇങ്ങനെ പരാതിയും കാര്യങ്ങളും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി കിട്ടാൻ കുറച്ച് വൈകുമെന്നാണ്. എന്താ വെച്ചാൽ അവരെ വെറുപ്പിച്ച് കഴിഞ്ഞാൽ വണ്ടി കിട്ടൂല കേട്ടോ എന്ന്. വിപിൻ സി വിജയൻ വിശദാംശങ്ങളുമായി. വിപിൻ, ഇവിടെ വാദി പ്രതിയാകുന്ന സാഹചര്യമാണ്. കാർ ഉള്ളത് ഒരു റിട്ടയർഡ് DYSPയുടെ പക്കലാണ്. അതുകൊണ്ട് തന്നെ ഇത് പോലീസ് അന്വേഷണം എങ്ങനെയാണ്, പോലീസ് ഈ വാദിക്കൊപ്പമാണോ നിൽക്കുന്നതെന്നൊക്കെയുള്ള സംശയം ഉയരുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും എന്താണ് ഏറ്റവും ഒടുവിലായി നൽകാനുള്ള വിവരം? യെസ് അനുജ, ഗുഡ് ഈവനിങ് എവരി വൺ. ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഒരു കാർ ഒരാൾക്ക് നഷ്ടപ്പെട്ടിട്ട് അതൊന്ന് കണ്ടെത്തി തരണമെന്നാവശ്യപ്പെട്ട അതിന് നേരിടുന്ന ഒരു ഗതികേട് കൂടിയാണ് നമ്മൾ ഈ നൽകിയിരിക്കുന്ന വാർത്ത. മുഹമ്മദ് അനസ് കൊണ്ടോട്ടി സ്വദേശിയാണ്. വിദേശത്ത് നിന്ന് എത്തിയതിന് ശേഷം കേരളശ്ശേരിയിൽ സുഹൃത്തായിട്ടുള്ള അശ്വിൻ ഒരു മന വാങ്ങിയിട്ടുണ്ട്. അവിടുത്തെ സഹായിയായിട്ട് വരണമെന്നാവശ്യപ്പെട്ട അങ്ങനെയാണ് കേരളശ്ശേരിയിലേക്ക് അനസ് എത്തുന്നത്. അതിനുശേഷം സഹായത്തിന് വേണ്ടി ഈ കാർ ഒന്ന് ആവശ്യപ്പെടുകയാണ്. ഒരു 2 ദിവസത്തേക്ക് കാർ ഒന്ന് തരാമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ കൊടുത്ത കാറ് 2023 മാർച്ചിൽ കൊടുത്ത കാറാണ്. പക്ഷേ ഇപ്പോഴും ഈ കാർ എവിടെയാണെന്നുള്ളത് അറിയില്ല. അന്ന് മുതൽ ഇത് മിസ്സിംഗ് ആണ്. ഇതിനെ അശ്വിനോട് 2 ദിവസം കഴിഞ്ഞ് ചോദിക്കുന്നു. അപ്പോൾ സംഘം ചേർന്ന് മർദ്ദിച്ചു എന്നുള്ളതാണ് ഒരു പരാതി. അങ്ങനെ മർദ്ദിച്ചതിന് ശേഷം അന്ന് മുതൽ കോങ്ങാട് പോലീസിൽ കയറി ഇറങ്ങുന്നുണ്ട്. അന്നത്തെ SIയിൽ നിന്ന് നേരിട്ട ഒരു ദുരനുഭവം കൂടിയാണ് ഇപ്പോൾ ഈ അനസ് വിവരിക്കുകയും ചെയ്തിട്ടുള്ളത്. അതായത് ഇത് തിരിച്ച് കിട്ടില്ല, ആ രീതിക്ക് ഞങ്ങൾക്കറിയാം എന്നൊക്കെയുള്ള ഭീഷണിയുടെ സ്വരമൊക്കെ ആയിരുന്നു. അപ്പോൾ അത് വാപ്പയുടെ മുന്നിൽ നിന്നായിരുന്നു ഇത്തരത്തിലുള്ളൊരു സംസാരമൊക്കെ പോലീസിന് ഉണ്ടായത്. അതുകൊണ്ട് മനോനില തന്നെ തെറ്റുന്ന അവസ്ഥയിലായി. അതിൻ്റെ ചികിത്സ കൂടി തേടിയിട്ടുണ്ട് എന്നുള്ളത് മുഹമ്മദ് അനസ് വേദനയോടുകൂടി ആണ് ഈ പറയുന്നത്. ഇതിനുശേഷം ഇത് പലകൈ മറിഞ്ഞ് ഈ വാഹനം പോയിട്ടുണ്ട്, അതൊരു വസ്തുതയാണ്. അതിനുശേഷം ഫാസിൽ എന്നുള്ള ഒരാളുടെ കയ്യിൽ നിന്നാണ് ഇപ്പോൾ തിരുവനന്തപുരം പള്ളിക്കൽ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് കൂടിയായിട്ടുള്ള AM ഫാരി, അദ്ദേഹം ഒരു റിട്ടയർഡ് DYSP എന്നാണ് അറിയുന്നത്, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്. പോലീസ് കൊടുത്തിട്ടുള്ള വിവരാവകാശ രേഖയിൽ കൊടുത്തിട്ടുള്ള മറുപടിയിലും ഈ പേര് പറയുന്നുണ്ട്. മുഹമ്മദ് ഫാരിയുടെ കയ്യിലാണ് ഈ വാഹനം എന്ന് പറയുന്നുണ്ട്. തിരുവനന്തപുരത്ത് പോലീസ് പോയി അന്വേഷിച്ചിട്ടും ഇത് കിട്ടിയിട്ടില്ല എന്നുള്ളത് കൂടിയാണ് അതിൽ പറയുന്നത്. ഒരു കാർ അന്വേഷിച്ച് തിരുവനന്തപുരത്തേക്ക് ഈ കോങ്ങാട് നിന്ന് പോയി അന്വേഷിച്ചിട്ടും ഈ കാർ കിട്ടിയിട്ടില്ല എന്നുള്ളത് നമ്മളുടെ ഈ ഒരു ഭരണ സംവിധാനത്തിൽ പറയുമ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒപ്പം തന്നെ ഇപ്പോൾ ഈ 2 പ്രതികൾ, അതായത് ഫാസിലായാലും അശ്വിനായാലും അവരൊക്കെ വിദേശത്താണെന്നാണ് പറയുന്നത്. അവരെ തിരിച്ചു കൊണ്ടുവരാൻ ലുക്കൗട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലും ഒരു അവ്യക്തതയുണ്ട്. ചുരുക്കത്തിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിലൊക്കെ പരാതി കൊടുക്കുന്നുണ്ട്, അവിടേക്കൊക്കെ പോയി നോക്കുന്നുണ്ട് എന്നല്ലാതെ കാർ എവിടെ എന്നുള്ളതിൽ ഇപ്പോഴും വ്യക്തമായ ഒരു മറുപടിയും ഈ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അനസിന് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അനസ് ഇപ്പോഴും വീട്ടിലാണ്. അപ്പോൾ ഇതിൻ്റെ RCയുടെ ഓണറൊക്കെ ഇപ്പോഴും അനസ് തന്നെയാണ്. അതുകൊണ്ട് ഇത് എങ്ങോട്ടേക്കൊക്കെ പോയിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അനസിനറിയാം. അപ്പോൾ ഈ വാഹനം ഇപ്പോൾ സാധാരണ ഒരു വാഹനമൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ പരാതി വരുമ്പോൾ അത് പിടിച്ചെടുക്കുക, സ്റ്റേഷനിൽ കൊണ്ടിടുക തുടങ്ങിയ കാര്യങ്ങളാണ്. ഇതൊന്നും ഇതിൽ നടക്കാത്തതിൽ എത്രത്തോളം ഒരു ദുരൂഹതയുണ്ട് എന്നുള്ളത് കൂടിയാണ് വ്യക്തമാവുന്നത്. അതെ, വിചിത്രമായിരിക്കുന്നു. അതായത് സ്വന്തം കാർ കൂട്ടുകാരന് ഓടിക്കാൻ കൊടുത്തിട്ട് ആ കാറിന്റെ പിന്നാലെ നടക്കേണ്ട ഒരു അവസ്ഥ പറഞ്ഞാൽ നമുക്ക് ചിരിയാ പാവം അല്ലെ. എത്ര ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നു. ആർക്കൊപ്പമാണ് ഈ പോലീസുകാരൊക്കെ? കൊണ്ടുപോയ വ്യക്തിയെ ഇനിയും സുഹൃത്തെന്ന് വിശേഷിപ്പിക്കാമോ എന്നുള്ളതാണ് ചോദ്യം. അതെ.